കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ്. അല്ലെങ്കിലോ ആ സർഫസിന്റെ ഏരിയ വെക്ടറിന് പാരലായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ്. എന്നിട്ട് നമ്മൾ ഫ്ലക്സിന് ഒരു ഇക്വേഷൻ കണ്ടെത്തി. എന്താണ് സ്മോൾ എലമെന്ററി ഏരിയയിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത്, ചെറിയൊരു ഏരിയയിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ഡി എസ് എന്നുള്ള ഏരിയയിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലെ. ദാറ്റ് മീൻസ് ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ. ഈ എന്താണ് ടോട്ടൽ ഫീൽഡ് ആണ്. ആ ടോട്ടൽ ഫീൽഡിനെ ടോട്ടൽ ഫീൽഡിനെ ആ ചെറിയ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു ഏരിയ വെക്ടറിനും ഫീൽഡ് വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളിന്റെ കോസ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ സ്പെഷ്യൽ കേസ് ആയിട്ട് എഴുതിയതാണ് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വാട്ട് ഹാപ്പൻ ഡി ഫൈ ഈസ് ഈക്വൽ ടു 0. അതെന്താ കേസ്? എന്താണ് കുഞ്ഞുമക്കളെ? അതെന്താണ് അവിടുത്തെ ആ കേസ്? എങ്ങനെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാലും നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടൊന്ന് റിവൈസ് ചെയ്ത് തരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്കിൽ ഇതാണ് ഇയുടെ ഡയറക്ഷൻ. അപ്പൊ ഇവിടുത്തെ എലമെന്ററി ഏരിയ ആണ് ഇത്. അതിന്റെ ഏരിയ വെക്ടർ ആണ് ഡി എസ്. അപ്പൊ ഡി എസിന് പാരലൽ ആയിട്ട് ഫീൽഡ് ലൈൻസ് പോകുന്നില്ല, അല്ലെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു total flux through the surface is equal to d phi is equal to 0, which is the minimum value. അതേസമയം if theta is equal to കുഞ്ഞുങ്ങളെ, if theta is equal to 0 degree, അതെന്താണ്? അങ്ങനെയാണെങ്കിൽ d phi is equal to cos theta മാക്സിമം വാല്യൂ കിട്ടും, which is e into ds. then d phi is equal to e into ds. അതെന്താണ് കുഞ്ഞുമക്കളെ? ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് വിചാരിക്കുക. നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസ് വെച്ച് കഴിഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. എലമെന്ററി ഏരിയയിൽ കൂടിയിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഡി എസിന് പാരലൽ ആയിട്ടാണ് ഫീൽഡ് ഉള്ളത്. ഓക്കെ, ഡി എസിന് പാരലൽ ആയാൽ ഫീൽഡ് പാരലൽ ആയാൽ ഫൈന്റെ മാക്സിമം വാല്യൂ കിട്ടും, വിച്ച് ഈസ് ഇ ഇൻറ്റു ഡി എസ്. ഓക്കെ അല്ലേ? ഇനെങ്ങാനും ഈ കേസ് ആണെങ്കിൽ 0, ഈ കേസ് ആണെങ്കിൽ മാക്സിമം അല്ലെ. ഈ കേസിൽ ഫ്ലക്സ് 0 ആണ്, ഇവിടെ ഫ്ലക്സ് മാക്സിമം ആണ്. അപ്പൊ അതല്ലാത്ത ഏത് പൊസിഷൻ എടുത്താലും, അതായത് ചെരിഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മള് ഇതാണ് സർഫസ് എന്ന് വിചാരിക്കുക. സർഫസ് ഇങ്ങനെയാണുള്ളത് എങ്കിൽ ഇത് മിനിമം വാല്യൂ അല്ല, മാക്സിമം വാല്യൂ അല്ല. മിനിമം വാല്യൂ ആകുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. അവിടെ ഇങ്ങനെ വരുന്തോറും ഫ്ലക്സ് കൂടാൻ തുടങ്ങി. ഇങ്ങനെ വന്നിട്ട് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഫ്ലക്സ് മാക്സിമം ആയി. ഇങ്ങനെ വരുമ്പോൾ കുറഞ്ഞുകൊണ്ട് വരും. ഇവിടെ എത്രയാണ് 0 വാല്യൂ, ഇവിടെ എത്രയാണ് ഇ ഇൻറ്റു ഡി എസ്. അപ്പൊ ആ ബാക്കിയുള്ള പൊസിഷനിൽ എന്താണ്? ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ 0. ഓക്കെ, ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ, ഇ ഡി എസ് കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. Okay, so the value of flux varies from 0 to e into ds. Okay, അപ്പോൾ ഓർമ്മിക്കേണ്ടത് actually this d phi maximum, d phi is the flux through the small elementary area ds. അപ്പോൾ ടോട്ടൽ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഫ്ലക്സ് is equal to closed surface integral of electric field. ഇലക്ട്രിക് ഫീൽഡിന്റെ സർഫസ് ഇന്റഗ്രൽ ആണ്. ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് ത്രൂ ദി ക്ലോസ്ഡ് സർഫസ് ഡി എസ്, ക്ലോസ്ഡ് സർഫസ് എസ്. ഓക്കെ, സോ നിങ്ങളോട് പരീക്ഷയ്ക്കെങ്ങാനും വൺ വേർഡ് എന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദി ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഫീൽഡ്, വിച്ച് ഈസ് ദി ഫ്ലക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടി കണ്ടു നോക്കുക. ദെൻ കുഞ്ഞുമക്കളെ, പിന്നെ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകണം. ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ ലോ ഇല്ലാതെ, ഈ തിയറം ഇല്ലാതെ ഒരു സംസാരമേ ഇല്ല. ഓക്കെ അല്ലേ? അപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ,
നമ്മള് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി ലെസൺസ് നമ്മള് എന്താ പറയാ ജുനൈദ് ബോയിക്കാനം എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, +2 കെമിസ്ട്രി ചാപ്റ്റേഴ്സ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് +1 +2 കെമിസ്ട്രി ചാപ്റ്റേഴ്സ് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? ദെൻ ഞാൻ ആ തിയറത്തിലേക്ക് പോകട്ടെ കുഞ്ഞുമക്കളെ. എന്താണ് തിയറി എന്നറിയാവുക? തിയറിയുടെ ഉള്ളടക്കം ഞാൻ ആദ്യം പറയും, എന്നിട്ട് ഞാൻ അതിന്റെ പേര് പറയാം. നിങ്ങൾ ഫ്രീ സ്പേസില് അല്ലെങ്കിൽ വാക്വത്തില് രണ്ടും തന്നെയാണ്. ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസിനെ വെച്ചു. എങ്ങനെയുള്ള ക്ലോസ്ഡ് സർഫസും ആവാം, അത് സ്ഫെറിക്കൽ ആവാം, ഓക്കെ ഇങ്ങനെയുള്ളതാവാം, ക്യൂബോയിഡൽ ആവാം, ക്യൂബ് ആവാം, എങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് സർഫസും ആവാം. ഓക്കെ, ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളില് നിങ്ങൾ ഒരു ചാർജിനെ വെച്ചു. ഒരു ചാർജിനല്ല, ഇഷ്ടം പോലെ എത്ര ചാർജ് വേണമെങ്കിലും വെക്കാം. മിനിമം ഒരു ചാർജ് എത്ര ചാർജ് വേണമെങ്കിലും ആവാം, പ്ലസ് ആവാം മൈനസ് ആവാം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ചാർജ് ഈ +q കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ -q കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ ചാർജിനല്ല, വേണമെങ്കിൽ ഒരു സിംഗിൾ ചാർജ് ആവാം. അപ്പോ നിങ്ങൾ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ആ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ഒരു ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ലാർജ് എമൗണ്ട് ചാർജ് ആവാം, വളരെ കുറച്ച് ചാർജ് ആവാം. So this is a closed surface containing or enclosing a charge. Okay, closed surface enclosing a charge. Closed surface enclosing a charge. Okay, ആ ക്ലോസ്ഡ് സർഫസിനെ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാർജ് ഉൾക്കൊള്ളുന്ന ആ ക്ലോസ്ഡ് സർഫസിനെ നിങ്ങൾ ഫ്രീ സ്പേസില് അല്ലെങ്കിൽ എയറിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വെക്കുന്നു. എടാ കുഞ്ഞുമക്കളെ, ഏത് ചാർജ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്താ പറയാ ചുറ്റുപാട് ഫീൽഡ് ലൈൻസ് ഇമേർജ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഏത് ചാർജിന് ചുറ്റും അത് ഐസോലേറ്റഡ് ചാർജ് ആവട്ടെ, സിസ്റ്റം ഓഫ് ചാർജ് ആവട്ടെ, എന്താണ് അതിൽ നിന്ന് ഫ്ലക്സ് പുറത്തോട്ട് എമിറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ ചാർജിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് ഈ സർഫസിലേക്ക് കൂടി പുറത്തോട്ട് വരും. ഇതിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് ഇതിൽ എന്താ പറയാ പുറത്തോട്ട് എമിറ്റ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? എന്താണ് ഈ തിയറി പറയുന്നത് അറിയാവുക? ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ്, ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് സർഫസിന് ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയർ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഫ്ലക്സിന്റെ അളവ് എത്ര ഫ്ലക്സ് ആണ് അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്, അതിനെ നമുക്ക് പറഞ്ഞു തരുന്ന തിയറമാണ് ഗോസസ് തിയറം. ഇത് ഒഴിവാക്കിയിട്ട് ഒരു സംഗതി നമുക്ക് ഇനിയില്ല. ഓക്കെ, ഗോസസ് തിയറം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു തിയറമാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് 2-3 നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ കുഞ്ഞുമക്കൾ എന്താണ് പറയുന്നത്? ഗോസസ് തിയറം എന്താണ് പറയുന്നത്? മലയാളത്തിൽ ആദ്യം പറയാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫ്ലക്സിന്റെ അളവെത്ര എന്ന് പറഞ്ഞു തരുന്ന തിയറമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ തിയറം പറയട്ടെ. ദി ടോട്ടൽ ഫ്ലക്സ് ത്രൂ the total flux through a closed surface. എവിടെ? a closed surface in vacuum or free space, in vacuum or air. Flux through a closed surface in vacuum or air is, നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറഞ്ഞത്? ഇതിൽ പുറത്തോട്ട് വരുന്ന ഫ്ലക്സിന്റെ അളവാണ് ഇത് പറഞ്ഞിരുന്നത്. ഈസ് ഈക്വൽ ടു അതാണ് ഇനിയാണ് ആ പ്രധാനപ്പെട്ട ഭാഗത്തെ കാട്ടുന്നത്. എത്രയാണ് ഫ്ലക്സ്? ഈസ് ഈക്വൽ ടു 1/ε0 times the net charge enclosed by the surface. The net charge enclosed by the surface. ഇതാണ് തിയറം. ഓക്കെ, അതിന് മാത്തമാറ്റിക്കൽ ഫോം കൂടി നമുക്ക് എഴുതാം, എന്നിട്ട് അതിന്റെ പ്രൂഫ് പറയണം. എന്താണ് പറഞ്ഞത്? ഇതിലെ കൂടി പുറത്തോട്ട് വരുന്ന ഫ്ലക്സിന്റെ അളവ് എത്രയെന്ന് അറിയാമോ?
ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്ലക്സിന്റെ ഡിനോട്ട് എങ്ങനെ എന്താ? ഫൈ. ഫൈ ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ds അല്ലെ. ഈ ഫ്ലക്സ് ഈ സർഫസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എത്ര അറിയോ? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ഇതിന്റെ ഉള്ളിലുള്ള ചാർജ് Q ആണ് വിചാരിക്കാം. സോ Q into 1/ε0 that means Q by ε0. ഓക്കെ, അപ്പൊ ഫ്ലക്സിന്റെ അളവ് നമുക്ക് കിട്ടി. ഫ്ലക്സിന്റെ അളവ് പറഞ്ഞു തന്ന ഈ തിയറമാണ് ഗോസസ് തിയറം. ഒന്നിന് പറ ടോട്ടൽ ഫ്ലക്സ്. അത് നോക്കാതെ പറയണം. ടോട്ടൽ ഫ്ലക്സ് പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്താണ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ വാക്വം ഓർ എയർ is equal to 1/ε0 times the net charge enclosed by that surface. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 2 Q ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ Q ഉണ്ടെന്ന് വിചാരിക്കെങ്കിൽ അതിനെ കൂടിയുള്ള ഫ്ലക്സ് എത്രയാ? Q/ε0. ഇവിടെ 2Q ഉണ്ടെന്ന് വിചാരിക്കാം. 2Q/ε0. 10Q ഉണ്ടെന്ന് വിചാരിക്കാം. 10Q/ε0. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പ്രൂഫ് പറയാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പൊ ഇത് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാണ്? അത് Q/ε0 ആണ്. അപ്പൊ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇപ്പൊ 2 ഇക്വേഷൻ ആയി. ഫ്ലക്സിന്റെ ജനറൽ ഇക്വേഷൻ സ്മോൾ എലമെന്ററി ഏരിയയിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് E.ds, ടോട്ടൽ സർഫസിൽ കൂടിയിട്ടുള്ളത് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E.ds. അതിന്റെ വാല്യൂ Q/ε0. വാട്ട് ഈസ് Q? ആ സർഫസിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയാം. ഒന്നുകൂടി ക്ലിയർ ആവും. നമ്മൾ ഇനി അതിന്റെ പ്രൂഫ് പറയാൻ വേണ്ടിട്ട് പോവാൻ. ഓക്കെ, ഒരു പ്രൂഫ്. ഓക്കെ, പ്രൂഫ്. ഈ പ്രൂഫ് പറയാനായിട്ട് നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആദ്യം കൺസിഡർ ചെയ്യുന്നു. Suppose this is a sphere. Okay, വിചാരിച്ചോടാ. ഓക്കെ, ഇതൊരു സ്ഫിയർ ആണ്. ഓക്കെ, ഈ സ്ഫിയറിന്റെ ഇത് സർക്കിൾ അല്ല, ഇതൊരു സ്ഫിയർ ആണ്. ഓക്കെ, ഈ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ആണ്. ഓക്കെ, ഇതിന്റെ സെന്ററിൽ ഒരു +Q ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ സെന്ററിൽ ഒരു +Q ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R, സ്മോൾ ലെറ്റർ R. ഓക്കെ, നമ്മളിനി പ്രൂഫ് പറയട്ടെ. Then എന്താണ് ഇപ്പൊ പറഞ്ഞത്? കൺസിഡർ എ ക്ലോസ്ഡ് സ്ഫിയർ which enclosing a charge of +Q. Its radius is R. ഓക്കെ, അപ്പോ നമ്മൾ ഇതിൽ നിന്ന് ചുറ്റുപാടത്തേക്ക് എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് ഫുൾ ഉണ്ട്. എങ്കിൽ ഇതിലെ കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ്, ഇതിന്റെ പുറത്തോട്ട് വരുന്ന ടോട്ടൽ ഫ്ലക്സിന്റെ അളവ് Q/ε0 ആണ് എന്ന് തെളിയിക്കണം. അതായത് ഈ സർഫസ് ഇന്റഗ്രൽ Q/ε0 ഈക്വൽ ആണ് എന്ന് തെളിയിക്കണം. അതിനില്ലടാ, നമ്മൾ ആദ്യം ഇതിപ്പോ ടോട്ടൽ സർഫസ് ആണ്. നമ്മൾ ആദ്യം അവിടെ ചെറിയൊരു എലമെന്ററി ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ സ്ഫിയറിലെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്നലെ ഫ്ലക്സിൽ പറഞ്ഞ പോലെ ടോട്ടൽ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ് കണ്ടെത്തേണ്ടത്. അതിനാദ്യം ചെറിയൊരു സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ആദ്യം കണ്ടെത്താം. ഈ സർഫസിൽ നമുക്ക് ds എന്ന് വിളിക്കാം. ds, this is the surface ds. ഓക്കെ, എങ്കിൽ ഈ ds എന്നുള്ള സർഫസിന്റെ സർഫസ് ഏരിയ വെക്ടർ എങ്ങോട്ടാണ്? ds ആണ് സർഫസ്, അതായത് അതിന്റെ ഏരിയ. ഓക്കെ, എങ്കിൽ അതിന്റെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സർഫസിലും നമ്മൾ വരക്കുന്ന ഏരിയ വെക്ടർ അതിന് നോർമൽ ആണ് അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ വരക്കുന്ന ഏരിയ വെക്ടർ. ഓക്കെ, ഈ സർഫസിന് നമ്മൾ വരക്കുന്ന അതിന്റെ ഏരിയ വെക്ടർ ds ആണ്. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ,
നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ചു എന്ന് വിചാരിക്കാം. ആ പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണല്ലോ അവിടുത്തെ ഫീൽഡ്. കേട്ടാ, നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോന്ന് പറയുമ്പോൾ പഴയത് മറക്കാൻ പാടില്ല. ഈ പോയിന്റിലെ ഫീൽഡ് എത്രയാണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്, എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പോയിന്റിൽ എങ്ങാനും നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് അവിടുത്തെ ഫീൽഡ്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 1/4πε0 q/r². എങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ആ ടെസ്റ്റ് ചാർജിന്റെ റിപ്പൽ ചെയ്യപ്പെടും. എങ്ങോട്ട്? ഈ ലൈനിലേ കൂടി റിപ്പൽ ചെയ്യപ്പെടും. എങ്കിൽ ഈ പോയിന്റിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ആ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ അപ്പൊ ഇങ്ങോട്ട് തന്നെ അല്ലേ? കണ്ട, ഫീൽഡും എന്നെ കേൾക്കുന്നുണ്ടാ? ഫീൽഡും ഡി എസും ഒരേ ഡയറക്ഷനിൽ പാരലലാണ്. ഫിയും ഡി എസും പാരലലാണ്. എങ്കിലും നമുക്ക് പറഞ്ഞൂടെ അവിടെ ഫ്ലക്സ് ഉണ്ട്. ഇയും ഡി എസ് ഇക്ക് പാരലായിട്ട് അല്ലെങ്കിൽ ഡി എസിന് പാരലായിട്ട് പോകുന്ന ഫീൽഡ് ലൈൻസ് ആണ് ഫ്ലക്സ്. ഓക്കെ, ഇനി വെക്കോട്ടെ. അപ്പൊ ഇയും ഡി എസും ഒരേ ഡയറക്ഷനിലാണ്. ഇത്രയും കാര്യം എന്റെ കുഞ്ഞുമക്കൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പറയട്ടെ, എന്താണ് വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ? വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ds? What is the flux through small area ds? d phi is equal to ഇത് phi ആണ്. അപ്പൊ d phi എന്താ? E into ds അല്ലെ? E dot ds. E into ds means E dot ds. E dot ds is equal to E ds cos theta. What is theta? Angle between E and ds. ഇവിടെ നോക്കണം, E ഉം ds ഉം ഒരേ ഡയറക്ഷനിലല്ലേ? Then what is the angle? 0, which means cos അല്ലെ? E ds cos 0. Okay, which means E into ds. ഇതാണ് ഫ്ലക്സ്. ഏത്? ഈ സ്മോൾ എലമെന്ററി ഏരിയയിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് അതാണ്. Then what will be the total flux? Therefore, total flux through the closed surface. Total flux through the closed surface. Phi is equal to the total flux calculation. എന്താണ്? സർഫസ് ഇന്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E dot ds. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് മക്കളെ. ഇത് ഇന്റഗ്രേഷൻ ഓവർ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് കോൾഡ് സർഫസ് ഇന്റഗ്രൽ. ഓക്കെ, E dot ds. E dot ds എത്ര നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? എത്രയാണ്? ഈക്വൽ ടു ഇന്റഗ്രൽ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E into ds. E dot ds E ds ആണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഗതി ക്ലിയർ ആണോ? θ is equal to 0 ഡിഗ്രി ആണ് ഇവിടെ. ഓക്കെ, ഇനി കുഞ്ഞുമക്കൾ ഞാൻ ഇനി ഇപ്പുറത്ത് ചെയ്താണ്, ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ഈ ഭാഗത്ത് ചെയ്താണ്. ഓക്കെ, എന്താണ് എന്താണ് ഈ പോയിന്റിൽ ഈ ആണ് ചോദിക്കുന്നത് അല്ലെ? അതെത്രയാണ്? 1/4πε0 മിണ്ടടാ 1/4πε0 q/r². ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇൻടു ds. ഇനി അവിടെ നിങ്ങൾ നോക്കുക, 1/4πε0 കോൺസ്റ്റന്റ് അല്ലേ? q എന്ന് പറയുന്നത് ഇവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ആണ്, അതിന്റെ അളവ് കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം പുറത്തേക്ക് എടുക്കുക, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തേ. അപ്പൊ q/r² എന്നായി ഇൻടു ഇന്റഗ്രൽ ds. ഓക്കെ, ഇനി നോക്കോ, വളരെ സിമ്പിൾ ആണ്, തീർന്നു, വളരെ പെട്ടെന്ന് തീർന്നു. 1/4πε0 q/r². ഇന്റഗ്രൽ ds. dsനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന ഇങ്ങനെയുള്ള ഒരുപാട് ds ഉണ്ട്. എല്ലാ dsകളും കൂടിച്ചേർന്നാൽ ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഇല്ലേ? അപ്പൊ ഇന്റഗ്രൽ ds എന്താണ്? ഈ ds ഈ സ്മോൾ എലമെന്ററി ഏരിയാസിനെ ഫുള്ള് കൂട്ടിച്ചേർത്താല് ഈ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 4πr². പണ്ടേ പഠിച്ചിട്ടുണ്ട് 4πr². ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ 4π ക്യാൻസൽഡ്, 4π അല്ലെ?
ആർ സ്ക്വയർ. ഓക്കെ, ഇനി ബാക്കി എന്താ? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് പ്രൂഫ്. മനസ്സിലായ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫ്ലെക്സ് എന്താണെന്ന് പറഞ്ഞു, അത് വളരെ ക്ലിയർ ആയി. എന്നിട്ട് ക്ലോസ്ഡ് സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ പുതിയ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. അതായത് ഫൈ ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ തന്നെ പഠിച്ചതാണ്. അത് ഇതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ പ്രൂവ് ചെയ്തു. സംശയമില്ലല്ലോ? നന്നായിട്ടൊന്ന് നോക്കിയടാ മക്കളെ. കുഞ്ഞുങ്ങളെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ബോർഡിൽ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗോസസ് തിയറുമായി ബന്ധപ്പെട്ട് അതിനൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാമോ? എന്താണെടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എ ക്യൂ കൂളം ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കയ്യിൽ ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട്. ഇതാണ് ക്യൂബ്. ആ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത്, അതിന്റെ സൈഡ് എന്ന് പറയുന്നത്, അതിന്റെ സൈഡ് എ. ഓക്കെ, അതിന്റെ സെന്ററിലായിട്ട് ഒരു പ്ലസ് ക്യൂ ചാർജ് ഇൻക്ലോസ് ചെയ്തിട്ടുണ്ട്. Then what is the flux emerging through the surface of the cube? ക്യൂബിന് എത്ര സർഫസ് ഉണ്ട്? 6 സർഫസുകളുണ്ട്. ഈ 6 സർഫസുകളിൽ കൂടിയിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സിന്റെ അളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും ചിന്തിക്കാനില്ല. നമുക്ക് ഗോസസ് തിയറം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് സർഫസ്, ആ ക്ലോസ്ഡ് സർഫസ് എന്തുമാവാം. അത് സ്ഫിയർ ആവാം, അത് ക്യൂബ് ആവാം, ഏത് ഷേപ്പും ആവാം. അപ്പോ ഒരു ക്ലോസ്ഡ് സർഫസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സിന്റെ ടോട്ടൽ അളവാണ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഇൻടു 1/ε0. അവിടെ അങ്ങനെ പറയുമ്പോൾ ഗോസസ് തിയറം ആ സർഫസിന്റെ ഷേപ്പ് എന്താണെന്നോ സൈസ് എന്താണെന്നോ ഒന്നും പറയുന്നില്ല. ഫ്ലക്സ് ത്രൂ ദി സർഫസ് ഈസ് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് മാഷി ഇപ്പൊ പറയാൻ പോകുന്നത്. ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് ഇറ്റ്സ് ഷേപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നേരത്തെ ഞാൻ പ്രൂഫ് പറയുമ്പോ സ്ഫിയർ ആണ് പറഞ്ഞത് എന്ന് പറയുന്നത് സ്ഫിയർ തന്നെ വേണമെന്നില്ല, ഇതായാലും മതി. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് ക്യൂബ് അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഈസ് ഗിവൺ ബൈ നെറ്റ് ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ ആണ്. സോ ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ട, ഇഫ് ദി സൈഡ് ഓഫ് ദി ക്യൂബ്, ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇഫ് ദി സൈഡ് ഓഫ് ദി ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 സെന്റിമീറ്റർ. എല്ലാ സൈഡുകളും 2 സെന്റിമീറ്റർ വെച്ച് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ക്യൂബിനെ ഒന്ന് വലുതാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഫ്ലക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ക്യൂബിന്റെ സൈസ് എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പ് എന്തുമായിക്കൊള്ളട്ടെ, ഫ്ലക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ക്യൂബിൽ കൂടി എത്രയാണ് ഫ്ലക്സ് ഉള്ളത്? അതേ ഫ്ലക്സ് തന്നെയാണ് വലിയ ക്യൂബിൽ കൂടിയിട്ടും. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. എന്ത് മാത്രം നോക്കിയാൽ മതി? അതിന്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജ് മാത്രം നോക്കിയാൽ മതി. 1/ε0 is a constant. എന്ത് മാത്രമേ നോക്കേണ്ടതുള്ളൂ? ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള നെറ്റ് ചാർജ് മാത്രം നോക്കിയാൽ മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, അതില് വാട്ട് വിൽ ബി ദി ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ഓഫ് ദി ക്യൂബ്? എടാ അത് ശ്രദ്ധിക്കണം. ഈ ക്യൂബ് എപ്സിലോൺ സീറോ എന്താണ്? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ ക്ലോസ്ഡ് സർഫസിൽ കൂടിയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് ഇത്. ഈ ക്ലോസ്ഡ് സർഫസിന് എത്ര സർഫസ് ഉണ്ട്? 6 ഫേസുകളില്ല. 1 2 3 4 ടോട്ടല് ഒരു ക്യൂബിന് 6 ഫേസുകൾ ഉണ്ട്. 6 ഫേസിൽ കൂടിയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് ഇത്. എങ്കിൽ ഒരു ഫേസിൽ കൂടിയിട്ടുള്ളത് എത്രയാണ്? സിമ്പിൾ. ഫൈ ഈസ് ഈക്വൽ ടു ടോട്ടലിന്റെ 1/6. 1/6 ക്യൂ ബൈ എപ്സിലോൺ സീറോ. 6 ഫേസിൽ കൂടിയിട്ടുള്ളതാണ് ഇത്. എങ്കിൽ ഒരു ഫേസിൽ കൂടിയിട്ടുള്ളത് എത്രയാണ്? ക്യൂ ബൈ എപ്സിലോൺ സീറോ ബൈ 6, which means 1/6 ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കുഞ്ഞു മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡൈപോളിനെ ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ വെച്ചു. ഇതാണ് സ്ഫിയർ. ഓക്കെ, അതിന്റെ റേഡിയസ് 6 ആണ്. അതിന്റെ ഉള്ളിൽ ഒരു ഡൈപോളിനെ വെച്ചു. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ?
equal and opposite charges. എങ്കിൽ വാട്ട് വിൽ ബി ദി ഫ്ലക്സ് ത്രൂ ദി സർഫസ് ഓഫ് ദി സ്ഫിയർ? ഇതിലേക്ക് കൂടിയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഗോസസ് തിയറം പ്രകാരം phi is equal to നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 അല്ലേ? ഡൈപോളിന്റെ കേസിൽ നെറ്റ് ചാർജ് എത്രയാണ്? അത് രണ്ടെണ്ണം കൂട്ടുകയാണ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ വിച്ച് is equal to 0. So since the net charge is equal to 0, phi is equal to 0. There is no flux due to the dipole. Dipole കാരണം ഫ്ലക്സ് ഇല്ല. ഓക്കെ, ഒരു ഡൈപോളിന് ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ആ ക്ലോസ്ഡ് സർഫസിൽ കൂടി ഫ്ലക്സ് ഉണ്ടാകൂല. ഫീൽഡ് ലൈൻസ് ഇല്ലാന്നാണോ? ഡൈപോൾ ഉണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ ഈ ഫീൽഡ് ലൈൻസ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഡൈപോളില് നെറ്റ് ചാർജ് 0 അല്ല, നെറ്റ് ചാർജ് 0 ആണ്. ഫീൽഡ് ലൈൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫീൽഡ് ഇല്ലാന്ന് അറിയരുത്. ഡൈപോള് കാരണം ഫീൽഡ് ഉണ്ട്, നമ്മളിത് കണ്ടുപിടിച്ചതാണ്. ഫീൽഡ് ഉണ്ട്, ചാർജ് ഉണ്ട്. നെറ്റ് ചാർജ് 0 ആണ്, ഫ്ലക്സ് 0 ആണ്. മറക്കാനേ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സർഫസുകൾ തന്നിട്ടുണ്ട്, S1 ആൻഡ് S2. S2ന്റെ ഉള്ളിലാണ് S1 ഉള്ളത്. S1 എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്. S2 എൻക്ലോസ് ചെയ്ത ചാർജ് എത്രയാ? പ്ലസ് 2Q ആണ്. അല്ല, പ്ലസ് 2Q പ്ലസ് Q, ടോട്ടൽ പ്ലസ് 3Q ചാർജ് S2 എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2? നിങ്ങൾ പറ, വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ S1? എന്താ ഫ്ലക്സ് ത്രൂ S1? നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി S1 which is Q plus Q by epsilon 0. Then what is the flux through S2 equal to S2 എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണ് മക്കളെ? പ്ലസ് Q പ്ലസ് 2Q പ്ലസ് 3Q അല്ലെ? പ്ലസ് 3Q by epsilon 0. സിമ്പിൾ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സർഫസ് തന്നിട്ടുണ്ട്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറില് 3 പോയിന്റുകളിലായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3 പ്ലസ് 3Q ചാർജ് ഉണ്ട്, പ്ലസ് 2Q ചാർജ് ഉണ്ട്, മൈനസ് Q ചാർജ് ഉണ്ട്. ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ ദി സർഫസ് S? എന്ന് പറയുന്ന സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് എത്ര? സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് എത്ര? സിമ്പിൾ അല്ലേടാ കുഞ്ഞൂസേ? എങ്ങനെ പറയാം? നമുക്കറിയാം, എന്നുള്ള ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്ത ചാർജ് മാത്രം നോക്കിയാൽ മതി. So what is the net charge enclosed by that closed surface, which is equal to plus 2Q minus Q, which is equal to Q. Therefore the flux is equal to Q by epsilon 0. Clear ആയല്ലോ? അപ്പൊ ഇവിടെ നമ്മുടെ ഗോസസ് തിയറവും അതിന്റെ പ്രൂഫും കഴിഞ്ഞു. അടുത്ത വീഡിയോസിൽ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട 3 അപ്ലിക്കേഷൻസ് പറയും. ഓക്കെ അല്ലേടാ മക്കളെ?